മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, കൈത്താക്കാലത്തിൻ്റെ മൂന്നാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. തിരുസഭ നമ്മുടെ വിചിന്തനത്തിനായിട്ട് നമുക്ക് നൽകുന്ന ദൈവവചന ഭാഗം ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 38 മുതൽ 42 വരെയുള്ള തിരുവചന ഭാഗമാണ്. അതിൽ പ്രധാനമായിട്ടും പ്രതിപാദിക്കുന്നത് മർത്തായെയും മറിയത്തെയും കുറിച്ചുള്ളതാണ്. പലപ്പോഴും ഈ ഒരു ദൈവവചനഭാഗം ചിന്തിക്കുമ്പോൾ എന്നെ പലപ്പോഴും അലട്ടിയിട്ടുള്ളൊരു ചോദ്യം എന്നത്, ഇതിലാരാണ് ശരി, ഇതിലാരാണ് തെറ്റ്? മർത്ത ചെയ്തതാണോ അതോ മറിയം ചെയ്തതാണോ ശരി എന്നുള്ളൊരു ചോദ്യം പലപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സംശയമായിട്ട് നിലകൊണ്ടിരുന്നിട്ടുണ്ട്. ദൈവവചനം സാക്ഷ്യപ്പെടുത്തുകയാണ്, മറിയം ഈശോയുടെ പാദാന്തികത്തിലിരുന്ന് അവൻ്റെ വചനം ശ്രവിച്ചുകൊണ്ടിരുന്നു. എന്നാൽ മർത്തായാകട്ടെ പലവിധ ശുശ്രൂഷകളിൽ മുഴുകി വ്യഗ്രചിത്തയായിട്ട് ഇരിക്കുകയായിരുന്നു. പ്രിയമുള്ളവരെ, ഇതിൽ മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു എന്നാണ് ഈശോ പറഞ്ഞു വയ്ക്കുക. അവൻ്റെ കൂടെയായിരുന്ന് അവൻ്റെ പാദാന്തികത്തിലിരുന്ന് ദൈവവചനം ശ്രവിച്ച മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു. അത് അവളിൽ നിന്ന് ഒരിക്കലും എടുത്തു മാറ്റപ്പെടുകയില്ല. പക്ഷേ മർത്ത ചെയ്തത് എന്താണ്? മർത്ത ചെയ്തത് ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ഓടി നടന്നുകൊണ്ടിരുന്ന സ്ത്രീ. ശുശ്രൂഷ ചെയ്യുന്നത് ഒരു തെറ്റാണോ എന്ന് ചോദിച്ചാൽ, ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം മർത്തായെയും മറിയത്തെയും സുവിശേഷത്തിൽ കാണിക്കുന്നതിന് മുമ്പ് തന്നെ നല്ല സമരിയാക്കാരൻ്റെ ഉപമയിലൂടെ ഈശോ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്: ശുശ്രൂഷ ചെയ്യുക. നല്ല സമരിയാക്കാരൻ്റെ ഉപമയിലൂടെ ദൈവം പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട് അവസാനം: നീയും പോയി അതുപോലെ ചെയ്യുക. എന്താണ് നല്ല സമരിയാക്കാരൻ ചെയ്തത്? വഴിയിൽ പരിക്കുകളോടുകൂടി കിടന്ന ഒരു മനുഷ്യനെ ഒരു ലേവായനും ഒരു പുരോഹിതനും വകവയ്ക്കാതെ കടന്നു പോയപ്പോൾ ഒരു ഫരിസേയൻ വന്ന് അവനെ മുറിവുകൾ വച്ച് കെട്ടി ശുശ്രൂഷിച്ചപ്പോൾ ഈശോ ചോദിച്ചു, ഇവരിൽ ആരാണ് അവനിൽ അയൽക്കാരനായിട്ട് വർത്തിച്ചത്? അവനോട് കരുണ കാണിച്ചതെന്ന് പറഞ്ഞപ്പോൾ നീയും പോയി അതുപോലെ ചെയ്യുക. പ്രിയമുള്ളവരെ, ഈ മർത്ത ചെയ്ത ശുശ്രൂഷ തന്നെയാണ് ഈശോ ആഗ്രഹിച്ചത്. അതുകൊണ്ട് അതിൽ മർത്ത ചെയ്ത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ അതിൽ തെറ്റൊന്നുമില്ല. എങ്കിലും മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ മർത്തായ്ക്കുണ്ടായിരുന്ന ഒരു കുറവെന്ന് പറയുന്നത്, അവൾ പലവിധ കാര്യങ്ങളെക്കുറിച്ച് ഉത്കണ്ഠാകുലയായിരുന്നു, വ്യഗ്രചിത്തയായിരുന്നു. നമ്മൾ മദർ തെരേസ പറഞ്ഞു വെക്കുന്നത് പോലെ തന്നെ വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിലല്ല, ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടു കൂടി ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനം. പ്രിയമുള്ളവരെ, ഈ മർത്തായെ പോലെ തന്നെയാണ് പലപ്പോഴും നമ്മളും ഈ ലോകത്തിലായിരിക്കുക. നമ്മളും പലവിധ കാര്യങ്ങളെക്കുറിച്ച് വ്യഗ്രചിത്തരാണ്, ഉത്കണ്ഠാകുലരാണ്. വളരെയധികം വേദനയോടുകൂടി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഭാവിയെക്കുറിച്ചോ നമ്മുടെ കുടുംബത്തെക്കുറിച്ചോ നമ്മുടെ സാമ്പത്തിക ഭദ്രതയെക്കുറിച്ചോ ഒക്കെ നമ്മൾ ഉത്കണ്ഠാകുലരായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നൊരു കാര്യമുണ്ട്: മകനെ, മകളെ, നീ മറിയത്തെ പോലെ നല്ല ഭാഗം തിരഞ്ഞെടുക്കണം. ഈശോയുടെ കൂടെ ഒരു അല്പസമയം ചെലവഴിക്കാനായിട്ട് നിനക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ, മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-ാമത്തെ വാക്യത്തിൽ ഈശോ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്: ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിനക്ക് നൽകപ്പെടും. പ്രിയമുള്ളവരെ, ദൈവം ആഗ്രഹിക്കുന്നത് ഇത് തന്നെയാണ്. ഒരല്പസമയമെങ്കിലും നമ്മുടെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്ന് ഈശോയുമായിട്ട് ചെലവഴിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകുന്നുണ്ട് എങ്കിൽ, അതിനുവേണ്ടി പലവിധ ധ്യാന കേന്ദ്രങ്ങളിലോ തീർത്ഥാടന കേന്ദ്രങ്ങളിലോ ഓടി നടക്കേണ്ട കാര്യമൊന്നുമില്ല. മറിച്ച് എൻ്റെ ഇടവക പള്ളിയിലാണെങ്കിലും എൻ്റെ കുടുംബത്തിലാണെങ്കിലും ഞാൻ ജോലി ചെയ്യുന്ന എൻ്റെ സ്ഥാപനത്തിലാണെങ്കിലും ഈശോയോടൊപ്പം ഒരല്പസമയം ആയിരിക്കുവാനായിട്ട്, താല്പര്യത്തോടു കൂടി ആയിരിക്കുവാനായിട്ട്, സ്നേഹത്തോടു കൂടി അവൻ്റെ വചനം ശ്രവിക്കുവാനായിട്ട്, വചനം വായിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകുന്നുണ്ട് എങ്കിൽ മറ്റുള്ളവയെല്ലാം അതോടുകൂടെ നിനക്ക് നൽകപ്പെടുമെന്ന് ഈശോ ഇന്ന് വചനത്തിലൂടെ നമുക്ക് സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, 1982 അയർലൻഡിൽ ജനിച്ച ഒരു യുവതിയുണ്ട്, ക്ലെയർ എന്ന ഒരു പെൺകുട്ടി. അവൾക്ക് ഒരേ ഒരു സ്വപ്നമേ ഉണ്ടായിരുന്നുള്ളൂ: ഒരു ഹോളിവുഡ് നടിയാവുക, അല്ലെങ്കിൽ പ്രശസ്തയാവുക. അഭിനയത്തിലും മോഡലിംഗിലും തിളങ്ങി നിന്ന അവൾക്ക് 17-ാമത്തെ വയസ്സിൽ സുഹൃത്തുക്കളോടൊപ്പം സ്പെയിനിലേക്ക് ഒരു യാത്ര പോകാനായിട്ടൊരു അവസരം ലഭിച്ചു. അവളത് വിചാരിച്ചത് ഒരു പാർട്ടി ട്രിപ്പ് എന്നാണ്. പക്ഷേ അത് കന്യാസ്ത്രീകൾ സംഘടിപ്പിച്ച ഒരു ധ്യാന കേന്ദ്രത്തിലേക്കുള്ള ഒരു യാത്രയായിരുന്നു. ആദ്യം നിരാശയായെങ്കിലും അവളുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ ആ യാത്രകൾ വരുത്തി വെച്ചു. അവിടെ വെച്ച് ദുഃഖവെള്ളിയാഴ്ചയിലെ തിരുക്കർമ്മങ്ങൾക്കിടയിൽ അവിടെ ഒരു അത്ഭുതം അനുഭവിച്ചു. പീഡാനുഭവങ്ങൾ സഹിക്കുന്ന
യേശുവിൻ്റെ രൂപത്തിലേക്ക് നോക്കിയപ്പോൾ, ക്രൂശിതനായിട്ടുള്ള ഈശോയുടെ രൂപം ചുംബിക്കാനായിട്ട് അവൾ പോയപ്പോൾ അവൾ കേട്ട ശബ്ദം ഇതാണ്: ക്ലെയർ, നിനക്ക് വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം സഹിച്ചത്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. പ്രിയമുള്ളവർ, ഈ ഒറ്റ ഒരു വാചകം, ഒറ്റ ഒരു ശബ്ദം അവളുടെ ജീവിതത്തെ മൊത്തത്തിൽ മാറ്റിമറിച്ചു. പിന്നീട് അവൾ ഈ അഭിനയമോഹമെല്ലാം ഉപേക്ഷിച്ച് ഒരു സന്യാസിനിയാകാനായിട്ട് തീരുമാനമെടുക്കുകയാണ്. അതിൽ എത്ര നിസ്സാര ജോലിയും അവൾ സന്തോഷത്തോടെ പുഞ്ചിരിയോടുകൂടെ ചെയ്ത് കുട്ടികളെ പാട്ട് പഠിപ്പിക്കുവാൻ അവൾക്കുണ്ടായിരുന്ന കഴിവുകളെല്ലാം അവൾ ഇതിനു വേണ്ടി, ഈശോയ്ക്ക് വേണ്ടിയിട്ട് സമർപ്പിച്ച് ചെയ്യാനായിട്ട് ആരംഭിച്ചു. 2016 ഇക്വഡോറിലുണ്ടായിരുന്ന ഒരു വൻ ഭൂകമ്പത്തിൽ തൻ്റെ കുട്ടികളെ രക്ഷിക്കുന്നതിനിടയിൽ 33-ാമത്തെ വയസ്സിൽ ക്ലെയർ എന്ന് പറയുന്ന സിസ്റ്റർ ഈ ലോകത്തിൽ നിന്നും യാത്രയായി. പ്രിയമുള്ളവരെ, 2025 വെനറബിളായിട്ട് തിരുസഭ ആ മകളെ ഉയർത്തിയിട്ടുണ്ട്. ഈ ആധുനിക ലോകത്തിൽ ജീവിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും മാതൃകയാണ് ഈ ക്ലെയർ ക്രോക്കറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു പുതിയ വിശുദ്ധയായ കന്യാസ്ത്രീയുടെ കഥ. നമ്മളെല്ലാവരെയും വിളിക്കപ്പെട്ടിരിക്കുന്നത് ഈശോയോടൊപ്പം അല്പസമയമായിരിക്കുക. അവളുടെ ജീവിതത്തിൽ ലോകസുഖങ്ങൾക്ക് വേണ്ടി അവൾ ഓടി നടന്നപ്പോൾ, ഈശോയ്ക്ക് വേണ്ടി കൊടുക്കുവാനായിട്ടൊരു അല്പസമയം മാറ്റിവെച്ചപ്പോൾ, ആ സമയത്തിൽ ദൈവത്തിൻ്റെ ഇടപെടൽ അവളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുവാൻ തക്ക വിധം അവളുടെ ജീവിതത്തെ മാറ്റിമറിക്കുകയുമാണ് ചെയ്തത്. പ്രിയമുള്ളവർ, നമ്മളൊക്കെ ഈ ആധുനിക ലോകത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളും ഓർക്കേണ്ടത് ഇത് തന്നെയാണ്. എത്രയെത്ര ആദികളുണ്ടെങ്കിലും വ്യാധികളുണ്ടെങ്കിലും കുടുംബത്തിന് വേണ്ടിയിട്ടും മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓടി നടക്കുമ്പോഴും പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നൊരു കാര്യം ഇതാണ്: ഈശോയോടൊപ്പം ആയിരിക്കുവാനായിട്ട്. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, നമ്മളൊരു കാര്യം ചെയ്യാനായിട്ട് മുന്നോട്ട് വരുമ്പോൾ ഈശോയോടൊപ്പം ആലോചിച്ചുകൊണ്ട്, ദൈവത്തിനോടൊപ്പം അല്പസമയം ചെലവഴിച്ചുകൊണ്ട് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, കാര്യങ്ങൾ നടത്തുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. ഈശോ പറയുന്നത് പോലെ മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തതുപോലെ നമ്മളും നല്ല ഭാഗം തിരഞ്ഞെടുത്ത് ഈശോയോടൊപ്പം ആയിരിക്കുവാനായിട്ട് നമുക്ക് എല്ലാവർക്കും പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.